ഗിരീഷ് ഷേഡിയുടെ പ്രേമലുവിലെ സിനിമ, സോഷ്യൽ മീഡിയ റെഫറൻസുകളും ബ്രില്യൻസുകളും എല്ലാം വെച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ 2 ആഴ്ച മുമ്പേ. ആദ്യം തന്നെ ആ വീഡിയോ കണ്ടവർക്കും അതിൽ നമ്മൾ വിട്ടുപോയ, ശ്രദ്ധിക്കാതെ പോയ ഈ റെഫറൻസുകളൊക്കെ കമൻറ്റ് ചെയ്തവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. സംഭവം ആദ്യ വീഡിയോയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാതെ പോയ, മിസ്സായി പോയ പോയിന്റ്സ് ഉണ്ടെന്നാണ് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹിഡൻ ഡീറ്റെയിൽസ് ഇൻ പ്രേമലു പാർട്ട് 2. ആദ്യ ഭാഗം കാണാത്തവർക്ക് മുകളിലും ഫസ്റ്റ് കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയതും അത്ര പോപ്പുലർ അല്ലാത്തതുമായ നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന സിനിമ, FB, സോഷ്യൽ മീഡിയ റെഫറൻസുകളാണ് ആദ്യം. ഫോൺ കള്ളൻ പിടിയിൽ. എത്ര ലജ്ജാവഹം, എത്ര ലജ്ജാവഹം. ഒച്ചേമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടരുതായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ കഴിയുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. കസ്റ്റമർ കെയറിലെ ചേച്ചിലെ നിനക്ക് പുച്ഛം. അവളെ ഉണ്ടായിരുന്നുള്ളൂട്ടാ. നീ ഉണ്ടായിരുന്നൂട്ടാ. ശ്രാവണിയുടെ മുതുമുത മുത്തച്ഛൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. അദ്ദേഹത്തിന്റെ ഏക ഓർമ്മ. ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യം. ഇന്നേക്കൊരു പൊടി, എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക്. തൈര് ഇഷ്ടപ്പെട്ട കോളർ ടോൺ സെറ്റ് ചെയ്യാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ. തൈര് ഇത് ബാറല്ലേ? You cheat. You know, I am myself a feminist. ഞാനൊരു ഫെമിനിസ്റ്റ് മച്ചി. ആദി എന്താ മോളെ? I insist. ഇനി നടക്കപ്പോറത് യുദ്ധം. ഇനി കാണപ്പോവത് നിജം. എടേ സച്ചിൻ, വേണേ ചാറ് കൂട്ടി കുറച്ച് അടിച്ചോ. നിങ്ങളെ കൂടെ ഉള്ളതാണ് ഞങ്ങളുടെ ആശ്വാസം. എന്തായാലും നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആൾക്കാരാണല്ലോ. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ്. അതെന്നോ? ഇയാളിത് എന്തറിഞ്ഞിട്ടാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗപ്പ അവന്റെ ഫാമിലി ഫ്രണ്ട്. എന്നാലും എനിക്ക് നിജലിംഗപ്പയോട് സംസാരിക്കണം പച്ചാളം. നിജലിംഗം സർ, നിജലിംഗം സർ. പാൽ മണക്കുത്, പഴം മണക്കുത്, പഴനി മലയില്ല. ഇവനാള് ശരിയല്ലട്ടോ. നമ്മളാരും ശരിയല്ല. ഇവൻ ശരിയല്ല, നമ്മളാരും ശരിയല്ല. ലാസ്റ്റ് കാണിച്ച മൈ ഡിയർ മുത്തച്ഛൻ എന്ന സത്യനന്ദിക്കാട് സിനിമയുടെ ഒരു വലിയ ഫാനാണ് താനെന്ന് സംവിധായകൻ ഗിരീഷ് ഷേഡി ഫിലിം കമ്പാനിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് അധികം പോപ്പുലർ ആണെന്ന് എനിക്ക് തോന്നണില്ല. അത്ര പോപ്പുലർ ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു FB-ലോ അങ്ങനെ ഒന്ന് ചർച്ചക്കിടുന്ന പടങ്ങളിലല്ല ഇതുകളല്ല. അപ്പൊ പിന്നെ മൈ ഡിയർ മുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടൊക്കെ ചിരിച്ച് ചത്തിട്ടുണ്ട് മനുഷ്യൻ. ആദ്യ ഭാഗത്തിൽ പറയാതെ വിട്ടുപോയ ഒരു ഹൃദയം റെഫറൻസ് കൂടെയുണ്ട് പ്രേമലുവിൽ. കോളേജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം ഉമാശങ്കറിന്റെ കുമുദം പാട്ടിയെ തേടി പോകുന്നതും ഹൃദയത്തിലെ ലച്ചു പാട്ടിയെ തേടി പോകുന്നതും തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ട്. അല്ല, നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത്? നമ്മുടെ ഉമാശങ്കറിന്റെ പാട്ടിയുടെ ഏത് പാട്ടി എനിക്ക് ഓർമ്മയൊന്നുമില്ല. കുമുദം പാട്ടി. ആ പാട്ടി ഇപ്പോഴും ഉയരോട് ഉണ്ടോ എന്തോ. അതേപോലെ വിനീത് ശ്രീനിവാസൻ തട്ടത്തിമറത്തിലേക്ക് ഉപയോഗിച്ച ആദ്യം ഒരു ഹുക്കിട്ട് വെച്ചിട്ട് അതേ സീൻ ക്ലൈമാക്സിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റായി റീവിസിറ്റ് ചെയ്യുന്നൊരു ടെക്നിക്കും പ്രേമലുവിൽ ഗിരീഷ് ഷേഡി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ ബിയർക്കാൻ താഴോട്ട് അറിയാൻ പോവാ. ഇതാരുടെ തലച്ചൊന്ന് വീഴുന്നോ അവനെ നീ കിട്ടും. കെട്ടണം. പടച്ചോനെ എനക്ക് ഇവിടെ കെട്ടിച്ചേർന്നേ. പ്രേമലുവിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് അമൽ ഡേവിസ് ആദിയോട് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ഇത്ര ദേഷ്യം തോന്നാനുള്ള കാരണം അന്ന് ട്രിപ്പ് പോയപ്പം ഞാൻ യുവൻ ശങ്കർ രാജന്റെ പാട്ട് പാടിയത് നീ തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞു എന്ന്. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ യുവൻ ശങ്കർ രാജയുടെ പാട്ട് പാടിയപ്പോ നീ എന്താണ് പറഞ്ഞത്? തല്ലിപ്പൊളി പാട്ടെന്നല്ലേ? അന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഒരു കാരണവും നിന്നെ പിടിച്ച് 2 ഇടി ഇടിക്കണമെന്നുള്ളത്. അമൽ ഡേവിസും സച്ചിനും അവരെ സൃഷ്ടിച്ച ഗിരീഷ് ഷേഡിയും എല്ലാം കട്ട യുവൻ ഫാൻസ് ആണെന്ന് സിനിമയിൽ പലയിടത്തും പറയാതെ പറയുന്നുണ്ട്. സച്ചിനും അമൽ ഡേവിസും പബ്ബിൽ പോകാൻ റെഡിയാകുമ്പോഴും ഇവർ റീനുവിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ കൂടെ രാത്രി നടക്കുമ്പോഴും റിജക്ഷൻ കിട്ടി ഹൃദയം തകർന്ന് സച്ചിൻ വരുമ്പോഴുമെല്ലാം അവിടെ യുവൻ്റെ പാട്ടുകളുടെ പ്രസൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഹൈദരാബാദിൽ നവലോക പടവുകൾ തേടി
തൻ്റെ മുൻ സിനിമ സൂപ്പർ ശരണ്യയിലും വല്ലവനിലെ ഈ പാട്ട് ഒരു ഐക്കോണിക് സീനിൽ ഗിരീഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. There ain't no faking girl. It's you that I need, girl. Oh yes indeed. കാലൈ മുതൽ. സിനിമയിൽ എല്ലാവരും ശ്രദ്ധിച്ചതും എന്നാൽ അധികം ചർച്ച ചെയ്യാഞ്ഞതുമായി തോന്നിയ ഒരു ഭാഗം സച്ചിൻ്റെ കുടുംബ പശ്ചാത്തലം അവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനായി ബ്രില്യൻ്റായി ഉപയോഗിച്ച രീതിയാണ്. സച്ചിൻ എന്തുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആണെന്നും എന്തുകൊണ്ട് ജീവിതത്തിലെ പരാജയത്തിന് പ്രണയവിജയം പകരം വയ്ക്കാൻ നോക്കുന്നു എന്നതും ക്ലിയറാണ്. സച്ചിൻ്റെ ചേച്ചിയുടെ പേര് സവിത എന്നാണ്. നമ്മുടെ സവിതയുടെ കല്യാണം അടുത്ത വർഷം വേണമെന്നാട്ടോ അവര് പറയണേ. കല്യാണോ? ഇതേ പേരാണ് അച്ഛൻ ബേക്കറിക്ക് ഇടുന്നതും. അവസാനമായി മിനി മഹാറാണി പാട്ടിൽ ഈ ഒരു മൊമെൻറ്റിൽ ഈ വൃദ്ധ ദമ്പതികളെ കാണുമ്പോൾ ഹി വാസ് ഓൾറെഡി ഡ്രീമിങ് ഓഫ് ഗ്രോയിങ് ഓൾ ടുഗദർ. ഇതും ഒരു ബ്യൂട്ടിഫുൾ ഡീറ്റെയിലിംഗ് ആയി തോന്നി. പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോയിലും പാർട്ട് 1 പറഞ്ഞ മിനിമം ഒരു 10-35 റെഫറൻസുകൾ ഭയങ്കര രസമായിട്ട് സംവിധായകൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സിനിമയിൽ. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ കണ്ടംപററി പ്രയോഗങ്ങൾ ധാരാളമായി വന്നു പോകുന്നത് കൊണ്ടുകൂടി ആവണം പ്രേമലു പ്രേക്ഷകരിലേക്ക് കൂടുതൽ കണക്റ്റ് ആയതും ഒരു വലിയ വിജയമായതും. ആദ്യ വീഡിയോയും ഈ വീഡിയോയും കണ്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുമല്ലോ. താങ്ക്സ്.